ടോപ്പിക്കാണ് സർക്യൂട്ട് ഡിസൈനിങ് ഫോർ സിമ്പിൾ ബൂലിയൻ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ബൂലിയൻ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബൂലിയൻ ഓപ്പറേറ്റേഴ്സായ ആൻഡ് ഓർ നോട്ട് ഇവരെല്ലാവരെയും നമുക്ക് ബേസിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കും ആ സാധനം, ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ നമ്മൾ പഠിക്കുന്നുണ്ട്, ഗേറ്റ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ബൂലിയൻ എക്സ്പ്രഷനുകളെ നമുക്ക് ലോജിക് ഗേറ്റ്സ്, സിമ്പിൾ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് മെയിൻലി 3 ബൂലിയൻ എക്സ്പ്രഷനായിരുന്നു: ആൻഡ്, ഓർ, നോട്ട്. 3 ലോജിക് എക്സ്പ്രഷൻസാണ് പഠിച്ചത്: ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആൻഡിൽ എത്ര ഇൻപുട്സ് വേണമെങ്കിലും കൊടുക്കാം, ഒരു ഔട്ട്പുട്ടേ വരുള്ളൂ. ഇതാണ് നമ്മുടെ ആൻഡ് ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ അല്ല, എത്ര ഇൻപുട്സ് വേണമെങ്കിലും കൊടുക്കാം, അത് ഒരു ഔട്ട്പുട്ടേ തരുള്ളൂ. പിന്നെ ആൻഡ് ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡിൽ നമ്മൾ വേറൊരു കാര്യവും കൂടെ പറഞ്ഞു, കൊടുക്കുന്ന എല്ലാ ഇൻപുട്സും ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഔട്ട്പുട്ട് ട്രൂ ആവുള്ളൂ എന്നും പറഞ്ഞു. ഇനി അടുത്ത ഓപ്പറേറ്ററാണ് ഓർ ഓപ്പറേറ്റർ. അത് നമ്മുടെ അഡീഷൻ ഓപ്പറേഷന് തുല്യമാണ്. ആൻഡ് ഓപ്പറേറ്റർ ആണെങ്കിൽ എ ഇൻറ്റു ബി അല്ലേ. അതേസമയം ഓർ ഓപ്പറേറ്റർ ആണെങ്കിൽ അതേപോലെ എത്ര ഇൻപുട്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ സിമ്പിൾ ഇങ്ങനെയാണ്. നമ്മുടെ ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ ദാറ്റ് ഇസ് എ പ്ലസ് ബി, എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു എക്സെട്ര. അതേപോലെ എ പ്ലസ് ബി പ്ലസ് സി എക്സെട്ര. അതേപോലെ നോട്ട് ഗേറ്റ് നമ്മുടെ ഇങ്ങനെയുള്ള ഗേറ്റാണ്. ദിസ് ഇസ് നോട്ട് ഗേറ്റ്. അപ്പോൾ നമ്മുടെ ബൂലിയൻ എക്സ്പ്രഷനായ ആൻഡ് ഓപ്പറേറ്ററും ഓർ ഓപ്പറേറ്ററും നോട്ട് ഓപ്പറേറ്ററും നമുക്ക് ഗേറ്റുകൾ യൂസ് ചെയ്തിട്ട് സർക്യൂട്ടിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ സർക്യൂട്ടിൽ ആൻഡ്, ഓർ, നോട്ട് ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളോട് പറയുകയാണ് ഒരു ലോജിക്കൽ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുക ഫോർ ദി എക്സ്പ്രഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എക്സ് വൈ ഉള്ളൊരു എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷനിൽ ഒരു ലോജിക്കൽ സർക്യൂട്ട് ഉണ്ടാക്കുക, എക്സ് ഇൻറ്റു വൈ അല്ലേ. എക്സ് ഇൻറ്റു വൈ മാത്രം മതി, ബാറൊന്നും വേണ്ട. എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ എക്സ് വൈ എത്ര ഇൻപുട്സേ ഉള്ളൂ? 2 ഇൻപുട്സേ ഉള്ളൂ. ഒന്ന് എക്സ്, ഒന്ന് വൈ. ഇവർ തമ്മിൽ ഇടയ്ക്കുള്ള ഓപ്പറേഷൻ ഏതാണ്? ഇത് ആൻഡ് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ, ദാറ്റ് ഇസ് ആൻഡ്. ആൻഡ് ഗേറ്റ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മുടെ ആൻഡ് ഗേറ്റ്. അപ്പോൾ എക്സും വൈയും കൂടെ ഈ ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ നമുക്ക് എന്ത് വരും? എക്സ് ഇൻറ്റു വൈ എന്നുള്ള ഔട്ട്പുട്ട് വരും. അപ്പോൾ നമ്മളടുത്ത് പറയാണ് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് 3 വേരിയബിൾസ് കടത്തി വിടുകയാണ് എങ്കിൽ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. അപ്പോൾ നമുക്ക് റിസൾട്ട് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ്. എത്ര ഓപ്പറേറ്റേഴ്സ് കടത്തി വിട്ടാലും നമുക്ക് എത്ര ഇൻപുട്സ് കടത്തി വിട്ടാലും എത്ര ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ ഔട്ട്പുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേ കേസാണ് ഓർ ഓപ്പറേറ്റർ. അപ്പോൾ ഓർ ഓപ്പറേറ്ററിൻ്റെ ഗേറ്റ് ഈ രൂപത്തിലാണ്. നമുക്ക് എയും ബിയും മാത്രമാണ് എങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് എ പ്ലസ് ബി ആയിരിക്കും. എയും ബിയും സിയും കടത്തി വിടുക. എയും ബിയും സി 3 ഇൻപുട്സ് ഉണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇനി എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ നമ്മുടെ ഫംഗ്ഷൻ എക്സ് പ്ലസ് എക്സ് ബാർ ആണെന്ന് വിചാരിക്കാം. എക്സ് പ്ലസ് എക്സ് ബാർ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പ്രഷൻ എങ്കിൽ നമുക്ക് എത്ര വേരിയബിൾ മതി? ഒരു വേരിയബിൾ മതി. ആര് മാത്രമാണ് നമ്മുടെ വേരിയബിൾ? എക്സ് ആണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആര് വേണം? എക്സ് ബാർ ആവുന്ന ആരുടെ സഹായത്തോടെയാണ്? നോട്ട് ഗേറ്റിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ നമ്മൾ ഈ എക്സിനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തിവിടുന്നു. ഇവിടെ നിന്ന് വരുന്ന എക്സിനെ നമ്മൾ വേറൊരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഈ എക്സിനെ ഈ നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്ത് വരും? ഇത് എക്സ് ബാർ ആയി മാറും. എക്സിനെ നോട്ടിൽ കൂടെ കടത്തി വിടുമ്പോൾ എക്സ് ബാർ ആയി. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സിമ്പിൾ ഏതാണ്? പ്ലസ് ആണ്. പ്ലസ് ഏത് ഓപ്പറേഷനാണ്? ഓർ ഓപ്പറേറ്ററാണ്. ഓർ ഓപ്പറേറ്ററിൻ്റെ സിമ്പിൾ ഏതാണ്? ഇതാണ്. അപ്പോൾ എക്സ് ബാർ. അപ്പോൾ നമ്മളിത് കടത്തി വിടുന്നത് ഒരു ഓർ ഗേറ്റിൽ കൂടി ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെ വരും? എക്സ് പ്ലസ് എക്സ് ബാർ. ഇനി വേറൊരു എക്സ്പ്രഷൻ വിചാരിക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി ബാർ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എങ്കിൽ നമുക്ക് എത്ര ഇൻപുട്ട് മതി? 2 ഇൻപുട്ട് മതി, എയും ബിയും. അപ്പോൾ എ ബി ആയതുകൊണ്ട് എന്ത് ഓപ്പറേഷനാണ്? ആൻഡ് ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എയും ബിയും നമ്മൾ എന്തിൽ കൂടെ കടത്തി വിട്ടാൽ മതി? ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടും? എ ബി എന്ന് കിട്ടി അല്ലേ. ഇനി ബി ബാർ കണ്ടെത്തണം.
അപ്പോൾ ബി രണ്ടാമത് ബി ബാർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ബീനെ നമ്മൾ എന്തിൽ കൂടെ കടത്തി വിട്ടാൽ മതി? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടാം. അപ്പം ബി എന്തായി മാറി? ബി ബാറായി മാറി. ബീനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ ബി ബാറായി, എനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ എ ബാറായി. അപ്പോൾ ബി ബാറായി. ഇനി ഇവർ രണ്ടുപേരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? എ ബി ആയി ബി ബാറുമായി. ഇനി ഇവർ രണ്ടുപേരെയും കൂടെ നമ്മൾ എന്തിൽ കടത്തി വിടണം? ഒരു പ്ലസ് ആണ്. അപ്പോൾ അത് ഏത് ഗേറ്റാണ്? ഓർ ഗേറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓർ ഗേറ്റിൽ കൂടെ ഇതിനെ കടത്തി വിടുന്നു. അപ്പോൾ എന്ത് കിട്ടും? ഔട്ട്പുട്ട് എ ബി പ്ലസ് ബി ബാർന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുക? സർക്യൂട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സ്പ്രഷൻ എ ബാർ ബി, എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി ബാർ. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് വിചാരിക്കാം. എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ ബാർ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ബി ബാർ. ഇവിടെ ആക്ച്വലി നമുക്ക് എത്ര വേരിയബിൾസേ ഉള്ളൂ? 2 വേരിയബിൾസേ ഉള്ളൂ. എയും ബിയും മാത്രമല്ല 2 വേരിയബിൾസേ ഉള്ളൂ. ഈ 2 വേരിയബിൾസ് എന്തുണ്ട്? ബാറുകളും ഉണ്ട്. എയും ബിയും മാത്രമല്ല എ ബാറും ഉണ്ട് ബി ബാറും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം എന്തുണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇൻപുട്ട്സ് ഉണ്ടാക്കുക. ഏതൊക്കെയാണ്? എയും ബിയും 2 ഇൻപുട്ട്സ് ഉണ്ടാക്കി. ഇനി എ ബാർ ഇൻറ്റു ബി, എയും ബിയും ഉണ്ടാക്കി. എ ബാർ ഇൻറ്റു ബി ആണ്. അപ്പോൾ എയിനെ എന്ത് ചെയ്യുന്നു? നമ്മളൊരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുന്നു. ഇങ്ങനെയാണ് നോട്ട് ഗേറ്റ് കേട്ടോ. ഒരു ആരോവും പ്ലസ് ഒരു വട്ടവും ഒരു ബബിൾ ഫ്രണ്ടിൽ ഫോം ചെയ്യും. അപ്പോൾ എയും എ ബാർ, ഇത് എയിൽ നിന്നും എന്തായി മാറി? എ ബാറായി മാറി അല്ലേ? അപ്പോൾ എ ബാർ ഇൻറ്റു ബി. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ബാർ ആയിരിക്കും. എനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എ ബാറായി. എ ബാർ ഇൻറ്റു ബി. അപ്പോൾ എന്തായി? എ ബാർ ഇൻറ്റു ബി ആയി. എനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എ ബാറായി, ബീനെ കൂടെ എ ബാർ ഇൻറ്റു ബി ആയി. ഇനി എ ഇൻറ്റു ബി ബാർ എങ്ങനെ കണ്ടെത്തും? എ ഇവിടെ ഉണ്ട്, നമുക്ക് ബി ബാറാണുള്ളത്. അപ്പോൾ ബീനെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്രോസ് ചെയ്ത് വരണ്ടേ? ബി ബാർ എ ഇൻറ്റു ബി ബാർ ആകുമ്പോൾ ഈ എ ഇങ്ങനെ വെച്ച് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ബീനെ മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ പുറത്തൂടെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. അതായത് ഇതാണൊരു സർക്യൂട്ട്, ഇതിൽ നിന്ന് താഴെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് കൊണ്ടുപോകാം. സോറി. ഇപ്പോൾ ഇതാണെങ്കിൽ ഇതിൽ നിന്ന് പോകുന്ന സർക്യൂട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ പോവാം. അതായത് അതിൻ്റെ മുകളിലൊരു റാ പോലെ വരും. അങ്ങനെ വന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ നമ്മൾ കണ്ടെത്തുക? എ ഇൻറ്റു ബി ബാർ. അപ്പോൾ ബിയിൽ നിന്നുള്ള കണക്ഷനാണ്. അപ്പോൾ ബീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി ബാർ കിട്ടി. അപ്പോൾ ബീനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ ബി ബാറായി. അപ്പോൾ ഇത് എന്താണ്? എയും ഉണ്ട് അല്ലേ? ഇത് എ ആണ്. എനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എ ബാറാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി? എയും ബി ബാറും കൂടെ കിട്ടി. അത് 2 മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ എന്ത് ഗേറ്റിൽ കൂടെ കടത്തി വിടണം? ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിടണം. അപ്പോൾ എ ഇൻറ്റു ബി ബാറായി. അപ്പോൾ ഇത് എ ഇൻറ്റു ബി ബാറായി, ഇത് എ ബാർ ഇൻറ്റു ബി. ഇവരെ തമ്മിൽ എന്താ കണക്ട് ചെയ്യുന്നത്? പ്ലസ് സിമ്പിളാണ്. പ്ലസ് സിമ്പിൾ എന്ന് പറയുന്നത് എന്ത് ഓപ്പറേഷനാണ്? ഓർ ഓപ്പറേഷനാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓർ ഓപ്പറേഷനിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ഇൻറ്റു ബി ബാർ പ്ലസ് എ ബാർ ഇൻറ്റു ബി എന്നുള്ള സർക്യൂട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഐഡിയ കിട്ടിയാൽ മതി. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് ഇവർ തമ്മിലുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത് വേഗം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ബാർ, എക്സ് വൈ പ്ലസ് വൈ ബാർ. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് വൈ ബാർ. അപ്പോൾ 2 വേരിയബിൾസാണുള്ളത്. ഏതൊക്കെയാണ്? എക്സും വൈയും. എക്സും വൈ 2 വേരിയബിൾസ്. എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് വൈ ആണെങ്കിൽ ഒരു ആൻഡ് ഗേറ്റിൽ കൂടെ കടത്തി വിടുന്നു. ഔട്ട്പുട്ട് എന്ത് വരും? എക്സ് വൈന്ന് കിട്ടും. പ്ലസ് ഒരു വൈ ബാർ ഉണ്ട് അല്ലേ? അപ്പോൾ വൈനെ ഒരു നമ്മൾ എന്തിൽ കൂടെ കടത്തി വിടുക? ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എന്ത് കിട്ടും? വൈ ബാർ കിട്ടും അല്ലേ? വൈനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ വൈനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിട്ടാൽ എന്ത് കിട്ടും? വൈ ബാർ കിട്ടും. അപ്പോൾ എക്സ് വൈനെയും വൈ ബാറിനെയും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് എന്തിൽ കൂടെ കടത്തി വിടണം? ഒരു പ്ലസ് സിമ്പിളാണ്. പ്ലസ് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലസ് സിമ്പിൾ ഓർ ഗേറ്റ് ആണ്.
അപ്പോൾ ഓർ ഗേറ്റ് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഓർ ഗേറ്റ് വരയ്ക്കുന്ന സമയത്ത് എക്സ് വൈ പ്ലസ് വൈ ബാർ ഇങ്ങനെ കിട്ടും. അതായത് എക്സ് വൈ ഔട്ട്പുട്ട് എന്ത് കിട്ടും, എക്സ് വൈ കിട്ടി. അതിനുശേഷം വൈനെ ഒരു നോട്ട് ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ വൈ ബാർ കിട്ടി. അത് രണ്ടിനെയും കൂടെ ഓർ ഗേറ്റ്, കാരണം ഇടയ്ക്ക് ആരാണ് ഓർ ഗേറ്റ് സിമ്പിൾ പ്ലസ് സിമ്പിളാണ്, ഓർ ഗേറ്റിൽ കൂടെ കടത്തി വിടുമ്പോൾ എക്സ് വൈ പ്ലസ് വൈ ബാറിന് കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹോംവർക്ക് ഞാൻ തരാം. എ ബി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി ബാർ, ഇത് നിങ്ങളുടെ ഹോംവർക്കാണ്. വൺ മോർ ഇസ് ദർ, എ ബാർ ഇൻറ്റു ബി ബാർ പ്ലസ് സി, ഇതും കൂടെ ചെയ്യുക. ഇത് രണ്ടും ഹോംവർക്കാണ്. ഞാൻ നോട്ട് ചെയ്ത് തരുമ്പോൾ അതിൻ്റെ കൂടെ തരാം. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ എഴുതിയാൽ മതി.